നല്ല തൈരും ചോറും കൂട്ടി കുഴച്ച് ഇതുപോലെ നല്ല മണത്തങ്കാളി വത്തപ്പുളി കൂട്ടി ചോറുണ്ട് നോക്കിയിട്ടുണ്ടോ? എന്തൊരു ടേസ്റ്റാണെന്നറിയോ? അതുമാത്രം മതി. ഇത് ഇഷ്ടമുള്ളവരും ഇത് ഉണ്ടാക്കാറുള്ളവരും എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് പാലക്കാട് സ്റ്റൈലിലൊരു വത്തപ്പുളി ഉണ്ടാക്കി നോക്കാം. കഴിക്കാത്തവർ നാളെ തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ. അത്ര അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കൊരു നെല്ലിക്ക അളവിലുള്ള പുളി എടുത്തിട്ട് ഇതുമാതിരി കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മണത്തങ്കാളി കൊണ്ടാട്ടാണ്. വറ്റൽ വേണം. ഈ വറ്റൽ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. നല്ലെണ്ണയിലാണ് ഈ കറി കൂടുതൽ ടേസ്റ്റ്. കൂടുതൽ ദിവസം കേടുവരാതിരിക്കാനെങ്കിലും നല്ലെണ്ണയാണ് നല്ലത് കേട്ടോ. നമ്മളിതിൽ ഉള്ളിയും വെളുത്തുള്ളി ഒന്നും ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ ഈ കറി നമുക്ക് ഒരാഴ്ചയിൽ കൂടുതൽ സുഖമായിട്ട് കേടുവരാതെ പുറത്ത് തന്നെ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ആ വറ്റൽ ഇതുപോലെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ 1 സ്പൂൺ കടലപ്പരിപ്പും പിന്നെ 1 സ്പൂൺ തുവരപ്പരിപ്പ്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പുഴുങ്ങലരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ വെന്തയം, പിന്നെ 1 സ്പൂൺ മല്ലി, മുഴുമല്ലി കേട്ടോ. ഉലുവയാണ് വെന്തയം എന്ന് പറഞ്ഞത്. പിന്നെ 1 സ്പൂൺ മുഴുമല്ലി, പിന്നെ ഒരു 5-6 വറ്റൽമുളക്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഇത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കണം. ഇത് പാലക്കാട് നമ്മുടെ അഗ്രഹാരങ്ങളിലൊക്കെ ഉണ്ടാക്കണം അതേ സ്റ്റൈലിലാണ്. ഞാൻ ഇതിൽ തേങ്ങ ചേർക്കണില്ല, ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കണില്ല കേട്ടോ. തേങ്ങ വറുത്തരച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് 2-3 ദിവസം ഒന്നും വെക്കാൻ പറ്റില്ല. ഇത് ഒരാഴ്ചയൊക്കെ ഒട്ടും കേടുവരാതെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അല്ലാതെ പുറത്ത് തന്നെ വെച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് നന്നായി മൂത്തിട്ടുണ്ട്. ഇത് വറുത്ത് കോരി ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് ഒട്ടും തരിയില്ലാതെ ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തു ഞാൻ, പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടു എന്ത് രസമല്ലേ കളറൊക്കെ? ഇതുപോലെ നല്ല മിനുസായിട്ട് അരച്ചോളൂ കേട്ടോ. ഇനി ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി വെച്ചോളൂ. നമുക്ക് ആ വെള്ളം കൂടി കറിയിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ചീഞ്ചട്ടിയിൽ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഒരു 4 മണി കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഉലുവ, കടുക് അത് പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കണം മസാല കൂടി ചേർത്ത് വഴറ്റണം കേട്ടോ. പിന്നെ നമ്മൾ ഈ കറിയിൽ പരിപ്പുകൾ വറുത്തരച്ചാൽ പെട്ടെന്ന് കുറുക്കി വരും. ഇതിപ്പോൾ നോക്കൂ, നമ്മുടെ കടുക് പൊട്ടിയ പുക കാരണം ഒന്നും ക്ലിയർ ആവണില്ല അല്ലേ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. പരിപ്പുകൾ വറുത്തരച്ചത് കാരണം ഈ കറി പെട്ടെന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ കലക്കി വെച്ചില്ലേ ജാറിൽ, ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. പോരാ, നമുക്കിനി ഇതിലേക്ക് നല്ലോണം വെള്ളം ഒഴിക്കാനുണ്ട്. ഞാൻ ആ ജാറിൽ പിന്നെയും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളിവെള്ളം കലക്കി വെച്ചിട്ടില്ലേ, അതും ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ 2-3 കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തു. നമ്മൾ കലക്കി വെച്ച പുളി പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചത് കൊണ്ട് ഇപ്പോൾ നല്ല വെള്ളം ആക്കിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് കൂടി ചേർത്തി കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണില്ല കേട്ടോ, 1/4 സ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു വലിയ സ്പൂൺ ശർക്കരപ്പൊടി കേട്ടോ, വെല്ലം ചേർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായാണെങ്കിൽ നമ്മൾ വറക്കണ കൂട്ടത്തിലിട്ടോളൂ. പിന്നെ കുറച്ച് കറിവേപ്പില, എൻ്റെ അടുത്ത് ഇത്തിരി കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ടു. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ കൊണ്ടാട്ടം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മണത്തങ്കാളി മാത്രമല്ല, ചുണ്ടങ്ങ കൊണ്ടാട്ടം കൊണ്ടും ഈ കറി ഉണ്ടാക്കാം. മണത്തങ്കാളിയും ചുണ്ടങ്ങി രണ്ടും ചേർത്തിട്ട് ഈ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മണത്തങ്കാളിയൊക്കെ ചേർത്തിയിട്ടുണ്ട്. ഇനി ഇത് അവിടെ നിന്ന് നന്നായി തിളച്ചൊന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അടി പിടിക്കാതെ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ അതിലേക്ക്. എൻ്റെ ഉള്ള കറിവേപ്പിലയൊക്കെ ഞാൻ അതിലേക്ക് ഇട്ടു. ഇനി ഇതിൻ്റെ പേരെന്താണെന്നറിയോ? യൂറോപ്യൻ ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് എന്നാണ് അത്ര ഈ നമ്മുടെ മണത്തങ്കാളിയുടെ പേര്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ചെടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് പഴുത്തത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അല്ലേ. ഇതിപ്പോൾ കണ്ടു വെന്ത് കഴിഞ്ഞപ്പോൾ ആ കളറൊക്കെ കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണക്കി സൂക്ഷിച്ച് വെച്ചോളൂ. അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാനൊക്കെ കിട്ടും. ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പാലക്കാട് ഏകദേശം എല്ലാവിടെയും ഇത് വാങ്ങാൻ കിട്ടും. മണത്തങ്കാളി, താമര വളയും കൊണ്ടാട്ടം, നമ്മുടെ ചുണ്ടങ്ങ കൊണ്ടാട്ടം, ഇതൊക്കെ വാങ്ങാൻ കിട്ടും. ഇതല്ലാതെ നമ്മൾ പാലക്കാടുകാർക്ക് എന്ത് കിട്ടിയാലും അതിനെ ഉണക്കി കൊണ്ടാട്ടാക്കണം സ്വഭാവം ഉണ്ടല്ലോ. കയ്പ്പയ്ക്കാണെങ്കിലും എന്തായാലും വെണ്ടയ്ക്കോ കയ്പ്പയ്ക്കോ കൊത്തമരക്കയോ എന്ത് കിട്ടിയാലും, ഉണ്ണിപ്പിണ്ടി ഉണ്ടാണെങ്കിൽ അരിക്കൊണ്ടാട്ടം, നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കലും എന്ത് കിട്ടിയാലും കൊണ്ടാട്ടം ഉണ്ടാക്കും. അപ്പം നമ്മുടെ ഈ മണത്തങ്കാളി കൊണ്ടാട്ടം കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക്, സെർവിങ് ബൗളിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ടിത് കഴിക്കാൻ നല്ല തൈരും ചോറിൻ്റെയും കൂടെയാണ് ഇത് കഴിക്കേണ്ടത്. നല്ല തൈരും ചോറിൻ്റെയും, തൈര് സാദത്തിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി കഴിക്കാൻ. അല്ലെങ്കിൽ നല്ല പപ്പടമോ അരിക്കൊണ്ടാട്ടമൊക്കെ വറുത്തതുണ്ടെങ്കിൽ, താമര വളയെ കൊണ്ടാട്ടുണ്ടെങ്കിൽ, താമരത്തണ്ട് കൊണ്ടാട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ.
ഈ കറി തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ടും ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഇല്ലാതെ ആണ് കേട്ടോ. ഇതതുപോലെ നല്ല തൈരും ചോറും ഈ കറിയും കൂടി നിങ്ങൾ കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായി, നിങ്ങൾ ഇതുപോലെയാണോ ഉണ്ടാക്കാറെന്നൊക്കെ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.